ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന പാർട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് മോളിക്യൂളുകൾക്കിടയിൽ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയുടെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് ഇവയെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട 3 ഗ്യാസ് ലോകളും നമ്മൾ ഇന്ന് പഠിക്കും. സോ ലെറ്റ് us സ്റ്റാർട്ട്. സ്ക്രീനിൽ ഒരു സിലിണ്ടറിൽ ഡെഫിനിറ്റ് മാസ് ഉള്ള ഒരു ഗ്യാസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ചും വരുത്താതെ ആദ്യത്തെ സിലിണ്ടറിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു സിലിണ്ടറിലേക്ക് ഗ്യാസിനെ നമുക്ക് മാറ്റി നോക്കാം. മോളിക്യൂൾസിൻ്റെ നമ്പറിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഇവിടെ വോളിയം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രഷറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? യെസ്, പ്രഷർ കൂടി. ക്ലിയർ ആണോ? ഒന്നുകൂടെ മനസ്സിലാവാണ്ടല്ലേ? എന്നാൽ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു 10 മില്ലി ലിറ്ററിൻ്റെ സിറിഞ്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പിസ്റ്റണ് പിന്നിലേക്ക് വലിച്ചു വെക്കുക. എന്നിട്ട് സിറിഞ്ചിൻ്റെ നോസിൽ ക്ലോസ് ചെയ്ത് പിടിച്ച് പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്പോൾ സിറിഞ്ചിനുള്ളിലെ ഗ്യാസിൻ്റെ വോളിയം കുറയുകയാണോ കൂടുകയാണോ? കുറയുകയാണ്. സോ പ്രഷർ കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു. ഇനി പ്രഷർ കുറച്ചാലോ? ഗുഡ്, വോളിയം കൂടി വരും. ഇതിൽ നിന്നും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനാവും. വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? പരീക്ഷണങ്ങളിലൂടെ വോളിയവും പ്രഷറും തമ്മിലുള്ള ഈ റിലേഷൻ ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ റോബർട്ട് ബോയിലാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ബോയിൽസ് ലോ എന്നറിയപ്പെടുന്നു. എന്താണ് ലോ പറയുന്നത്? നമ്മൾ പറഞ്ഞു വെച്ച കാര്യം തന്നെ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് ഗ്യാസിൻ്റെ വോളിയവും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രഷറിനെ നമ്മൾ പി എന്നും വോളിയത്തിന് നമ്മൾ വി എന്നും ഡിനോട്ട് ചെയ്താൽ അവയുടെ പ്രൊഡക്റ്റ് പി വി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി പ്രഷർ. ഇഫ് പി ഈസ് ദ പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം, ദെൻ പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. സോ നമ്മൾക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിൽ നിന്നും ഒരു റിലേഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്തെടുക്കാം. റെഡി? ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുക്കുക. അതിൻ്റെ സ്റ്റോപ്പർ റബ്ബറാണ്. ഈ റബ്ബർ സ്റ്റോപ്പറിൽ ഒരു റീഫിൽ ട്യൂബ് ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് ആ ട്യൂബിൻ്റെ എൻഡിൽ ഒരു ഡ്രോപ്പ് ഇങ്ക് നിറച്ച് ബോട്ടിൽ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്ത സിസ്റ്റത്തെ ഹീറ്റ് ചെയ്യുക. എന്താണ് ഉണ്ടായത്? ഇങ്ക് മുകളിലേക്ക് ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? യെസ്, ഹീറ്റ് കൊടുത്തു അല്ലേ? ഇനി ആ സിസ്റ്റത്തെ ചൂടാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയാലോ? വീണ്ടും ഇങ്ക് താഴോട്ട് തന്നെ വരും. സോ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നും ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നു, കുറയുമ്പോൾ വോളിയവും കുറയുന്നു. അടുത്തതായി നമുക്കൊരു ടേബിൾ അനലൈസ് ചെയ്യാം. ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള ഗ്യാസിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനാണ് ടേബിളിൽ കൊടുത്തത്. ഇതിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. 3 കോളങ്ങളുണ്ട്. ഫസ്റ്റ് കോളത്തിൽ വോളിയം, സെക്കൻഡ് കോളത്തിൽ ടെമ്പറേച്ചർ, തേർഡ് കോളത്തിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ശ്രദ്ധിക്കണേ. ടെമ്പറേച്ചർ ഏത് യൂണിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്? കെൽവിൻ, കെ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്നും ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നുണ്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതോടൊപ്പം
വോളിയത്തിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കൂടെ ടേബിൾ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആദ്യമായി പറഞ്ഞത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ ചാൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ചാൾസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. ലോ പറയുന്നത് ഇതാണ്: പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഡെഫിനിറ്റ് മാസ് ഗ്യാസിൻ്റെ വോളിയം കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ വോളിയം വി എന്നും ടെമ്പറേച്ചർ ടി എന്നും ഡിനോട്ട് ചെയ്താൽ വി ബൈ ടി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇഫ് വി ഈസ് ദ വോളിയം ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ, ദെൻ വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ചാൾസ് ലോ റെഡിയാണല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വായു നിറച്ചു വെച്ച ഒരു ബലൂണ് നമ്മൾ വെയിലത്ത് വെച്ചു, എന്ത് സംഭവിക്കും? പൊട്ടും. ചാൾസ് ലോ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടി അത് പൊട്ടിപ്പോകുന്നു. അടുത്തതായി വോളിയവും മോളിക്യൂൾസിൻ്റെ നമ്പറും തമ്മിലുള്ള റിലേഷനാണ്. അതുകൂടെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫ്രിക്ഷൻലെസ് ആയ പിസ്റ്റൺ ഫിറ്റ് ചെയ്ത ഒരു സിലിണ്ടറിൽ 1 atm പ്രഷറിലും 300 കെൽവിൻ ടെമ്പറേച്ചറിലും ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഇവിടെ പ്രഷർ കുറയ്ക്കുകയോ ടെമ്പറേച്ചർ കൂട്ടുകയോ ചെയ്താൽ സിലിണ്ടറിനുള്ളിലെ ഗ്യാസിൻ്റെ വോളിയത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? വോളിയവും കൂടും. എന്നാൽ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അതിൽ വോളിയം ഇൻക്രീസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? യെസ്, കുറച്ചുകൂടെ ഗ്യാസ് സിലിണ്ടറിലേക്ക് നിറച്ചാൽ മതി. അപ്പോൾ മോളിക്യൂൾസിൻ്റെ നമ്പർ കൂടുകയോ കുറയുകയോ? യെസ്, കൂടും. ഇങ്ങനെ വോളിയവും മോളിക്യൂൾസിൻ്റെ നമ്പറും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തിയത് ഇറ്റാലിയൻ സയൻറ്റിസ്റ്റായ അവോഗാഡ്രോ ആണ്. ഈ റിലേഷൻ അതുകൊണ്ട് തന്നെ അവോഗാഡ്രോ ലോ എന്നാണ് അറിയപ്പെടുന്നത്. ടെമ്പറേച്ചർ, പ്രഷർ ഇവ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഗ്യാസിൻ്റെ വോളിയം മോളിക്യൂൾസിൻ്റെ നമ്പറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ നമ്മളിന്ന് പ്രധാനപ്പെട്ട 3 ലോകൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ. സോ ലെറ്റസ് വൈൻഡ് അപ്പ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു. Question number 1. Consider the figure 1 and 2. Is there any change in the number of molecules? Answer: no. Question number 2. What happens to the pressure in the beaker when the volume is decreased? Answer: pressure increases. Question number 3. What is the speciality of the movement of the molecules? Answer: molecules move in all possible directions. Question number 4. Pull the piston of a syringe backward. Press the piston after closing the nozzle of syringe. What changes can you observe in the volume of the gas inside the syringe? Answer: volume is found to be decreasing. Question number 5. What about decreasing the pressure? Answer: volume increases. Question number 6. What relation do you arrive at between pressure and volume of the gas? Answer: as pressure increases, volume decreases. When pressure is reduced, volume is increased. Question number 7. Consider the above figure.
the size of the air bubbles rising from the bottom of an aquarium increases. Can you explain the reason? Answer. As the bubbles move upward, the pressure on them decreases. This causes increase in volume. So, as the bubbles move upward, their size increases. Question number 8. Take a dry bottle having a rubber stopper. Fix an empty refill through the rubber stopper. Fill a drop of ink into the lower end of the refill tube, then close the bottle. Dip this arrangement in lukewarm water. What do you observe? Answer. Ink rises through the tube. Question number 9. What is the reason for the rising of the ink upwards? Answer. When the bottle is placed in hot water, air inside the bottle becomes hot. This causes expansion of air. This pushes ink in the tube. So, ink rises through the tube. Question number 10. What did you observe on cooling the bottle after taking it out? Why? Answer. Ink comes down because as air becomes cool, its volume decreases. Question number 11. What can you infer about the relation between the volume and temperature of a gas? Answer. When temperature is increased, volume of gas increases. Similarly, when temperature is decreased, the volume decreases. Question number 12. Complete the table. Answer. Volume, temperature T in Kelvin scale, V by T. 546 milliliter, 273 Kelvin, 546 by 273 equal to 2. 600 milliliter, 300 Kelvin, 600 by 300 equal to 2. 640 milliliter, 320 Kelvin, 640 divided by 320 equal to 2. 660 milliliter, 330 Kelvin, 660 divided by 330 equal to 2. Question number 13. What happens to the volume when the temperature is increased? Answer. Volume increases. Question number 14. If an inflated balloon is kept in sunlight, it will burst. What may be the reason for this? Answer. When the balloon is placed in sunlight, temperature increases. So, volume of air inside the balloon increases. Thus, balloon expands and finally bursts. Question number 15. What happens to the volume of the gas when its pressure is decreased or temperature is increased? Answer. Volume increased. Question number 16. If the temperature and pressure are kept constant, how can we increase the volume? Answer. Fill some more gas. Question number 17. Fill the cylinder with a little more gas. Thus,
the number of molecules increase or decrease now? Answer. The number of molecules increases. Question number 18. What is the relation between the volume and number of molecules? Answer. When the number of molecules increases, volume also increases.